മനസ്സ് തോന്നി പിന്നെ ആടെ കിടന്നു. പിന്നെ വേറെ രക്ഷയില്ലല്ലോ നമുക്ക്. വൈകിട്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ ഫോണിൽ നമ്മളായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് വണ്ടി വരുന്നത് നമ്മൾ കാണുന്നില്ല, തിരിഞ്ഞില്ല, വണ്ടീൻ്റെ സൗണ്ട് തിരിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ കിടന്നു. അപ്പോൾ വണ്ടി പോയതിനു ശേഷം നമ്മൾ എണീറ്റു. അത് കഴിഞ്ഞ് സ്ഥിരം ഈ ട്രാക്കിലൂടെ സ്ഥിരം അതിൽ തന്നെ ഞാൻ വരുത്ത്, വണ്ടിയിൽ തന്നെ വരുത്ത്. ഈ ട്രെയിൻ കുറച്ച് ദൂരെ കണ്ടിട്ടില്ലേ? ഇല്ല കണ്ടില്ല. പെട്ടെന്ന് ആ ശബ്ദം കേട്ടില്ല, തിരിഞ്ഞില്ല എനിക്ക്. ശബ്ദവും കേട്ടില്ല. കേട്ടില്ല, ഹോണടി തിരിഞ്ഞില്ല, ഒന്നും ഫോണിൽ ഇല്ല, ഒന്നും കേട്ടില്ല. ഈ ട്രെയിൻ സ്ലോ ആക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല അങ്ങനത്തൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അതിന്റെ അടിയിൽ തന്നെ അങ്ങനെ കിടക്കാം എന്നുള്ള ധൈര്യം എങ്ങനെയാ തോന്നിയേ? അത് പെട്ടെന്ന് നമുക്കൊരു ഇത് തോന്നി, അങ്ങനെ കിടക്കണം എന്ന് തോന്നി, നമ്മൾ കിടന്നു. വേറെ ഒന്നും ഉണ്ടായില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നത് ചേട്ടൻ മദ്യപിച്ചിട്ട് മദ്യലഹരിയിലായിരുന്നു. ഇല്ല മദ്യപിക്കില്ല, ഒരു തുള്ളി കുടിച്ചിട്ടില്ല. ഒന്നും തുള്ളിയില്ല, മദ്യപിക്കില്ല. പക്ഷെ ഈ ട്രാക്കിലൂടെ ഒക്കെ സ്ഥിരം നടന്നു പോകുന്നതാണെങ്കിലേ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഒരു സുരക്ഷ നോക്കണ്ടേ? നോക്കലുണ്ട്. പക്ഷെ ഞാൻ ഫോണിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിലായിപ്പോയി ശ്രദ്ധ, കുട്ടികളെ ശ്രദ്ധയായിപ്പോയി. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് വണ്ടി വന്നു, നമുക്ക് അപ്പുറം ഇപ്പുറം തിരിയാൻ കഴിയാൻ സ്ഥിതിയായി. നമ്മളവിടെ കിടന്ന് ട്രെയിൻ പോയതിനു ശേഷം നമ്മൾ എണീറ്റു. മനസ്സ് തോന്നി പിന്നെ ആടെ കിടന്നു. പിന്നെ വേറെ രക്ഷയില്ലല്ലോ നമുക്ക്. ഈ ട്രെയിൻ മുകളിലൂടെ കടന്നു പോകുമ്പോ എന്താ തോന്നി ശരിക്കും? നമ്മൾ ഭയമുണ്ട്, ശരിയായ ഒരു ഭയം തന്നെയാണ്. എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടത് നമുക്ക് തന്നെ തിരിയുന്നില്ല. അതാണ്.